ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതു മാരുദ്വഹൈ. ഓം ആദരണീയരായ പഠിതാക്കൾക്ക് വിവിധമായ പ്രണാമം. നീ രണ്ടാം ബ്രാഹ്മണല്ലേ? 6-2. അതെ അതെ. ശ്വേതകേതുർഹവ ആരുണേയ പഞ്ചാലാനാം പരിഷദമാജഗാമ ജൈവലിം പ്രവാഹണം പരിചാരയമാണം തമുദീക്ഷ്യാഭ്യുവാദ കുമാരായിതി പ്രഭോയിതി പ്രതിശുശ്രാവ അനുശിഷ്ടോ ന്വസിത്രേതി ഓമിതി ഹോവാച. ശ്വേതകേതുഹ ആരുണേയ, അരുണന്റെ പുത്രനായ ശ്വേതകേതു. ഈ കഥ ഛാന്ദോഗ്യോപനിഷത്തിന്റെ 5-ാം അധ്യായത്തില് 2, 3 മുതൽ 6, 8, 9, 10 വരെയുള്ള ഖണ്ഡങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. വിവരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരാവർത്തനം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലയിടത്ത് ചെറിയ വാക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പം ഒരു പുതിയ വിഷയം പഠിക്കലല്ല ഇവിടെ. അന്നത്തെ ശ്വേതകേതുവിന്റെ കഥ ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുന്നത് ഈ പ്രകടനവുമായിട്ടാണ് ഇന്ന് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഘടിപ്പിക്കണമെങ്കിൽ അത് പറഞ്ഞെങ്കിലല്ലേ പറ്റൂ. അതിനുവേണ്ടി പറയുന്നത് മാത്രമേ. ആരുണേയ ശ്വേതകേതുഹ, അരുണന്റെ പുത്രനായ ശ്വേതകേതു പഞ്ചാലാനാം പരിഷദം ആജഗാമ, പാഞ്ചാലന്മാരുടെ സദസ്സിലേക്ക് എത്തിച്ചത്. പഞ്ചാലാനാം പരിഷദം ആജഗാമ. ഒരിക്കൽ ശ്വേതകേതുവിന്റെ പൗത്രനായ അരുണിയുടെ പുത്രനായ ശ്വേതകേതു, ആരുണേയനായ ശ്വേതകേതു പഞ്ചാലന്മാരുടെ സഭയിലേക്ക് എത്തി. ഇത് നേരത്തെ പ്രസിദ്ധമായതാണ് ഈ കഥ. ആജഗാമ ജൈവലിം പ്രവാഹണം പരിചാരയമാണം. അവൻ സഭയിലേക്ക് എത്തിയിട്ട് ജൈവലിം പ്രവാഹണം, ജീവനപുത്രനായ പ്രവാഹനന്റെ അടുത്ത് നിന്നു. അദ്ദേഹം പരിചാരയമാണം, പരിചരിച്ചു കൊണ്ടിരിക്കുന്ന, ഭൃത്യന്മാരെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവനപുത്രനായ പ്രവാഹനന്റെ അടുത്തേക്ക് ചെന്നു. ആജഗാമ ജൈവലിം പ്രവാഹണം പരിചാരയ തമുദീക്ഷ അഭ്യുവാദ. അവനെ കണ്ടിട്ട് രാജാവ് പറഞ്ഞു, കുമാര ഇതി. കുമാര എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ച് ഭോഹു ഇതി പ്രതിശുശ്രാവ എന്ന് തിരിച്ചും മറുപടി പറഞ്ഞു, ഭോഹു എന്ന്. അനുശിഷ്ടോ നു അസി ന്വസി പിത്രേ. നീ പിതാവിനാൽ അനുശാസിക്കപ്പെട്ടവനല്ലേ എന്ന് ചോദിച്ചു. അനുശിഷ്ട, അനുശാസിച്ചവൻ, ഉപദേശിക്കപ്പെട്ടവൻ. നു അസി ന്വസി അല്ലേ എന്ന്. പിത്ര പിതാവിനാൽ. ത്വം പിത്ര അനുശിഷ്ട നു അസു ഇതി. പിതാവിനാൽ നീ പഠിപ്പിക്കപ്പെട്ടവനല്ലേ? ഓമിതി ഹോവാച. അതെ, ഓം അങ്ങനെ തന്നെ. ശ്വേതകേതുർഹവാ ആരുണേയ പഞ്ചാലാനം പരിഷദമാജഗാമ ജൈവലിം പ്രവാഹണം പരിചാരയമാണം
തമുദീക്ഷ്യ അഭ്യുവാദ കുമാര ഇതി സ്വഭോ ഇതി പ്രതിശുശ്രാവ അനുശിഷ്ടോ നോസിപ്പിത്തേതി ഓമിതി ഹോവാചാം. ഇത് ഞാൻ പഠിപ്പിക്കുകയും നിങ്ങൾ പഠിക്കുകയും ചെയ്തതാണ്. എങ്കിൽ പോലും ഛാന്തോഗ്യോപനിഷത്തിൽ വന്ന സ്ഥിതിക്ക് ഒന്ന് വായിച്ച് പറഞ്ഞു വിടാം, അത്രേ വേണ്ടൂ. ഒരു പക്ഷേ ഞാൻ വായിച്ച് പറഞ്ഞു വരുമ്പോൾ ചിലർക്കെങ്കിലും പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടായേക്കാം, ചിലർക്ക് അത് കാണണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു വിടാം. കാരണം ഇതിനകത്ത് ആവർത്തിച്ചപ്പോൾ ഞാനും ആവർത്തിക്കണമല്ലോ, അല്ല എനിക്കിത് വിട്ടാൽ മതി. ഇതാ ഛാന്തോഗ്യോപനിഷത്തിൽ പഠിച്ചാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ വിടാം. പക്ഷേ ഇവിടെ ഈ ഉപനിഷത്തിൽ തൈത്തിരീയത്തില് ബൃഹദാരണ്യത്തിൽ ആവർത്തിച്ചപ്പോൾ ഞാനും ഒന്ന് ആവർത്തിക്കുന്ന ദോഷമില്ല. നിങ്ങൾ പഠിച്ചാണെങ്കിൽ പോലും ഒന്നുകൊണ്ട് നിന്ന് ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. യഥേമ പ്രജാ പ്രയത്യോ വിപ്പതിപദ്യന്തായി നീതിഹോവാച വേഥോ യഥേമം ലോകം പുനരാപദ്യന്തായി നീതിഹോവാച വേഥാ യഥാഫോ ലോക ഏവം ബഹുഭി പ്രയത്ന സംപൂജ്യതായി നേതി ഹൈവോവാച വേദ്ധോ യതിഥ്യാം ആഹുത്യാം ഹുതായാം ആപ പുരുഷവാചോ ഭൂത്വാ സമുദ്ധായ വദന്തി ഇതി നേതി ഹോവാച വേദ്ധോ ദേവയാനസ്യ വാവധഃ പ്രതിപദം പിതൃയാണസ്യ വാ യത്കൃത്വാ ദേവയാനം വാ ബുദ്ധാനം പ്രതിപദ്യതേ പിതൃയാനം വാ അപി ഹി ന ഋഷിർവചഃ വിശ്രുതം ത്വേ ശ്രുതി അശ്രുണം പിതॄണാം അഹം ദേവാനാമുതമർത്യാനാം താഭ്യാമിദം വിശ്വമേതത് സമേതി യദന്തരാപിതരം മാതരം ചേതി നാഹമത ഏകഞ്ചന വേദേതി ഹോവാചാം. വേത്ത അറിയുന്നു, യഥാ ഇമാ പ്രജാഹ പ്രയത്യോ, ഇമാഹ പ്രജാഹ പ്രയത്യ, ഈ പ്രജകൾ പോയിട്ട്, പ്രകർഷേണ യത്യ പ്രയത്യ, പോയിട്ട് മരിച്ചു പോയിട്ട്, വിപ്രതിപദ്യന്താഹ, വിഭിന്ന മാർഗങ്ങളെ പ്രാപിക്കാം. വിപ്രതിപദ്യന്താഹ, വിവിധങ്ങളായ മാർഗങ്ങളെ പ്രതിപാദിക്കുന്നത്. ഈ മനുഷ്യരൊക്കെ മരിച്ചിട്ട് വൈവിധ്യമാർന്ന വഴികളിലൂടെയാണ് പോകുന്നത് എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? യഥാ ഇമാ പ്രജാഹ പ്രയത്യോ വിപ്രതിപദ്യന്ത ഇതി, ഈ ജനങ്ങളൊക്കെ, ഈ പ്രജകളൊക്കെ മരിച്ചിട്ട് പല പല മാർഗങ്ങളെ പ്രാപിക്കുന്നു എന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീതി ഹോവാച, ഇല്ല. നൈതി, അത് ഞാൻ പഠിച്ചിട്ടില്ല, അതറിയില്ല. ശരി, അടുത്ത ചോദ്യം. യഥാ ഇമം ലോകം പുനര് ആപദ്യന്തായി, ശരി, ഈ ലോകത്തിലേക്ക് വീണ്ടും അവര് വരുന്നുണ്ട് എന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? യഥാ ഇമം ലോകം പുനര് ആപദ്യന്തായി, വീണ്ടും ഈ ലോകത്തിലേക്ക് അവർ പ്രാപിക്കുന്നത് എന്നുള്ളത് നീ അറിഞ്ഞിട്ടുണ്ടോ? നേതി ഹൈവോവാച, ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ഈ പ്രജകൾ മരിച്ചിട്ട് പരമാർഗങ്ങളും കൂടി പോകുന്നുവെന്നും പോയിട്ട് അവരൊക്കെയും വീണ്ടും തിരിച്ചു വരുന്നുണ്ട് എന്നും നീ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നീതി ഹോവാച യഥാഫു ലോക ഏവം ബഹുഭി പുനഃ പ്രയത്നം ന സംപൂജ്യത ഇതി. അടുത്ത ചോദ്യം. വേദ്ധോ അറിയുന്നു, യഥാഫൗ ലോക, ഈ ജനങ്ങൾ ഏവം ബഹുഭി പുനഃ, ഇപ്രകാരം വീണ്ടും വീണ്ടും പല പ്രകാരത്തിൽ വീണ്ടും വീണ്ടും പ്രയത്ഭിഹി, പോയവരായിട്ട്, മരിക്കുന്നവരായിട്ട്,
ന സംപൂജ്യത ഇത്. എന്തുകൊണ്ട് നിറയുന്നില്ല? സംപൂജ്യത നിറയുന്നു എന്ന്. എന്തുകൊണ്ടാണ് പരലോകം വീണ്ടും വീണ്ടും മരിച്ചു പോകുന്ന ജനങ്ങളെ കൊണ്ട് നിറയാതിരിക്കുന്നത് നിനക്കറിയാം? ഇവിടുന്ന് മരിച്ചു പോകുന്നതൊക്കെ പരലോകത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള അത്രയും ജനസംഖ്യയെ അവിടെ കാണുമല്ലോ. അവിടെ സ്ഥലമില്ലാതെ വരുന്നില്ല. അപ്പൊ കുറെ പേര് തിരിച്ചു വരുന്നുള്ള ഉറപ്പാണ്. ഈ കാര്യങ്ങൾ വല്ലതും നിനക്കറിയോ? എന്തുകൊണ്ടാണ് പരലോകം നിറയാത്തത് എന്ന്? യഥാഫു ലോകഃ ഏവം ബഹുഭി പുനഃ പ്രയത്ഭിഃ ന സംപൂജ്യത ഇതി നേതി ഹൈവവാച. ഇല്ല, അറിയില്ല എന്ന് പറഞ്ഞു. യതിഥ്യാം ആഹുത്യാം ഹുതായാം ആപഃ പുരുഷവാചോ ഭൂത്വാ സമുത്ഥായ വദന്തി ഇതി. അടുത്ത ചോദ്യം, നീ അറിയുന്നുണ്ടോ? വേത്ത യതിഥ്യാഹ എന്നുവെച്ചാൽ എത്രാമത്തേതേനർത്ഥം. യതിഥ്യാഹ ആഹുത്യാം ഹുതായാം എത്രാമത്തെ ആഹുതി കൊണ്ട് ഹോമിക്കപ്പെടുമ്പോഴാണ് യതിഥ്യാം ആഹുത്യാം ഹുതായാം ആപഹ പുരുഷവാചോ ഭൂത്വാ സമുദ്ധായേതി. എത്രാമത്തെ ആഹുതി ഹോമിക്കുമ്പോഴാണ് വെള്ളം മനുഷ്യൻ്റേതുപോലെയുള്ള വാക്കുകളോട് കൂടിയവരായി തീർന്നിട്ട് ഉയർന്നു വന്ന് സംസാരിക്കുന്നത്? പുരുഷവാചോ ഭൂത്വാ സമുദ്ധായ വദന്തീതി. എത്രാമത്തെ ആഹുതി ഹോമിക്കുമ്പോഴാണ് ജലം, ദ്രവരൂപമായിരിക്കുന്ന വെള്ളം, അത് മനുഷ്യൻ്റേതുപോലെയുള്ള വാക്കുകളോടുകൂടി അല്ലെങ്കിൽ മനുഷ്യ ആകാരം പരിണമിച്ച് ഉയർന്നു വന്ന് സംസാരിക്കുന്നതെന്ന് നിനക്ക് അറിയുമോ? അഗ്നിയിൽ ഏതേത് ഹവിസുകൾ എപ്രകാരം എത്ര പ്രാവശ്യം ഹോമിക്കുമ്പോഴാണ് ആ ഹോമപടലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പുകക്കൂട്ടങ്ങളിൽ നിന്നും നീരാവിയായി പരിണമിച്ച് വെള്ളമായി തീർന്ന് വെള്ളത്തിൽ നിന്നും ഉൽപ്പത്തി എന്ന മനുഷ്യരൂപത്തെ പ്രാപിച്ച് അത് സംസാരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയെന്ന് അറിയുവാണ്? സയന്റിഫിക്കായി വലിയ ചോദ്യം, ചെറിയ ചോദ്യമൊന്നുമല്ല. മനുഷ്യർ ചെയ്യുന്ന യജ്ഞത്തിന്റെ പരിണത ഫലമായി ഹോമത്തിന്റെ ധൂമങ്ങൾ മുകളിലേക്ക് ഉയർന്ന് നീരാവിയായി കട്ട പിടിച്ച് അത് ജലമയമായി തീർന്നിട്ട് ആ ജലത്തിൽ നിന്നാണ് ഉൽപ്പത്തിയുടെ തുടക്കം. അവിടെ നിന്നും ആ ജലം എങ്ങനെ മനുഷ്യരൂപത്തെ പ്രാപിച്ച് ഒരു മനുഷ്യനായി വന്ന് സംഭാഷണം ചെയ്യാൻ സാധിക്കുന്നത്, സംസാരിക്കാൻ സാധിക്കുന്നത്? യതിഥ്യാം ആഹുത്യാം ഹുതായാം ആപ പുരുഷവാചോ ഭൂത്വാ സമുദ്ധായ വദന്തീതി നേതി ഹൈവവാച. അറിയില്ല എനിക്കത്. പിതാവിൽ നിന്നും ഒക്കെ പഠിച്ചിട്ടല്ലേ വന്നെന്ന് ചോദിച്ചേ. അതേന്ന് പറഞ്ഞു. ഓം എന്ന് പറഞ്ഞു. അപ്പോഴാണ് 4-5 ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും മറുപടി ഇവർ പറയാൻ ആവുന്നില്ല. പുരുഷവാചോ ഭൂത്വാ സമുദ്ധായ വദന്തീതി നേതി ഹൈവവാച. വേത്തോ ദേവയാനസ്യ വാ പഥ പ്രതിപദം പിതൃയാനസ്യ വാ. ദേവയാനത്തിൻ്റെയും പിതൃയാനത്തിൻ്റെയും മാർഗത്തെ പ്രതിപാദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുവോ? ദേവയാനം
യാനസ്യ വാ പഥഃ പ്രതിപദം പിതൃയാനസ്യ വാ പഥഃ യത് കൃത്വാ ദേവയാനം വാ പന്ഥാനം പ്രതിപദ്ധ്യതേ പിതൃയാനം വാ. എന്ത് ചെയ്താലാണ് ദേവയാനമായ ഉത്തരായനത്തിലൂടെ പോകുന്നത്, എന്ത് ചെയ്താലാണ് പിതൃയാനമായ ദക്ഷിണായനത്തിൽ കൂടി പോകുന്നത്, ഇത് നീ അറിയുമോ? ഇത് നീ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ദേവയാന മാർഗത്തെക്കുറിച്ചോ പിതൃയാന മാർഗത്തെക്കുറിച്ചോ നിനക്കറിയാമോ എന്നാദ്യം ചോദിച്ചു. അപ്പുറം ദേവയാന മാർഗത്തെ പ്രാപിക്കാനുള്ള വഴിയും പിതൃയാന മാർഗത്തെ പ്രാപിക്കാനുള്ള വഴിയും നിനക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഹി ന ഋഷിർ വചശ്രുതം, അവനൊന്നും മിണ്ടിയില്ല. ഋഷിയുടെ വാക്ക് നീ കേട്ടിട്ടില്ലേ? അപ്പൊ ഹി ന ഋഷേ വചശ്രുതം, ഋഷിയുടെ വാക്കുകൾ കേൾക്കേണ്ടതാണല്ലോ. ദ്വേ ശ്രുതി അശ്രുണവം, രണ്ട് മാർഗങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രുതി എന്ന് വെച്ചാൽ വഴികൾ, മാർഗങ്ങൾ. അശ്രുണവം കേട്ടു. പിതॄണാം അഹം ദേവാനാം ഉതമർത്യാനാം, പിതൃക്കളുടെയോ ദേവന്മാരുടെയോ അഥവാ മർത്യരുടെയോ രണ്ടു മാർഗങ്ങളെക്കുറിച്ചാണ്. അവയിലെ ഏതു മാർഗത്തിൽ കൂടി പോയാലാണ് പിതൃലോകത്തെത്തുന്നത്, ഏതു വഴി കൂടി പോയാലാണ് മനുഷ്യർ ദേവയാനത്തെത്തുന്നത്. താഭ്യാമിതം വിശ്വം ഏജത് സമീതി, ഈ രണ്ട് എണ്ണങ്ങളിൽ കൂടി, താഭ്യാം ഇവകളിൽ കൂടി, ഏത് മാർഗത്തിൽ കൂടിയാണ് മനുഷ്യർ പോകുന്നതെന്ന് നിനക്കറിയുമോ? മനുഷ്യർക്കും ദേവന്മാർക്കും പിതൃക്കൾക്കുമായി 3 മാർഗങ്ങളുണ്ട്. ദേവയാനം, പിതൃയാനം, മനുഷ്യയാനം എന്ന് 3 വഴികൾ ഉണ്ട്. അതിൽ പിതൃക്കളുടേതായ, ദേവന്മാരുടെയും പിതൃക്കളുടേതുമായ 2 മാർഗങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മാർഗങ്ങൾ കൂടി പോയി ഈ ജഗത്ത് കർമ്മഫലത്തെ വീണ്ടും പ്രാപിക്കും. അത് പിതാവിൻ്റെയും മാതാവിൻ്റെയും അല്ലെങ്കിൽ ദ്വിലോകത്തിൻ്റെയും പൃഥ്വിയുടെയും മധ്യത്തിലുള്ളതാണ്. ഇവയിൽ ഒന്നുപോലും എനിക്കറിയുകയില്ല എന്ന് ശ്വേതകേതു മറുപടി പറയും. ഏത് അന്തരാ പിതരം മാതരഞ്ച ഇതി നാഹമത ഏകഞ്ചനവേദേതി ഹോവാച. ഏകഞ്ചന ഒരെണ്ണം പോലും, നാഹം എനിക്ക് ഒരെണ്ണം പോലും, വേദ ഇതി അറിയില്ല എന്ന് ഹ ഉവാച എന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം പോലും എനിക്കറിയില്ല. ഗഹനങ്ങളായ 4-5 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഈ ചോദ്യങ്ങൾക്കൊന്നും തക്ക മറുപടി പറയാൻ പറ്റിയില്ല. പക്ഷെ എല്ലാം പഠിച്ചവനാണെന്നുള്ള അഹംഭാവത്തോടെയാണ് വന്നത്. ഒന്ന് ശ്വേതകേതുവിന്റെ അഹംഭാവത്തെ നശിപ്പിക്കാനായിട്ടാണ് ഈ പ്രവാഹനൻ 5 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവസാനത്തെ ചോദ്യത്തിൽ ദേവയാനവും പിതൃയാനവും ദ്യാവാപൃഥ്വികളുടെ മധ്യത്തിലുള്ളവയാകയാൽ അത് ഈ സംസാര ലോകത്തിൻ്റെ അകത്തുള്ളതാണെന്നും ആത്യന്തികമായ അമൃതത്വം പ്രാപിക്കാനുള്ളതല്ലെന്നും സൂചിപ്പിച്ചു. പൃഥ്വി മാതാവും ദ്വിലോകം പിതാവുമാണെന്ന് ഇതിനു മുമ്പുള്ള പല ഉപനിഷത്തുകളിലും ബ്രാഹ്മണങ്ങളിലും ആരണ്യങ്ങളിലും പറയുന്നുണ്ട്. ഇത് വല്ലൊന്നും നിനക്കറിയാവോ? ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ വാസ്തവത്തിൽ ശ്വേതകേതുവിൻ്റെ ഞാൻ എല്ലാം അച്ഛനിൽ നിന്നും പഠിച്ചു വന്നതാണെന്നുള്ള അഹന്ത നശിപ്പിക്കാൻ ഗഹനങ്ങളായ 5 ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ മടക്കുന്ന ഒരു ചെറിയ കഥാ ബീജമാണ് ഇവിടെ. എന്താണ് അറിയേണ്ടതെന്ന് അറിയാതെ അറിഞ്ഞു എന്ന് ഭാവിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ പഠിച്ചു അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കുകയും അറിയുകയും ചെയ്യണം. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊന്നും അറിയില്ല, അങ്ങനെയല്ല പറയേണ്ടത്. അറിവിൻ്റെ പൂർണ്ണതയാണ് അറിഞ്ഞു എന്നുള്ള വാക്കുകൊണ്ട്
അർത്ഥമാക്കുന്നത് ഭാഗികമല്ല എന്ന്. ഈ ഒരു ആശയം നമ്മിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ വരുന്നത്. അറിഞ്ഞു എന്ന് പറയുന്നത്, സർവജ്ഞൻ എന്ന് പറയണമെന്നില്ല. ഞാൻ അറിവുള്ളവനാണെന്ന് വെച്ചാൽ എന്ത് കാര്യത്തെക്കുറിച്ചും അറിയുന്നവനായിരിക്കും. അല്ലാത്തവരൊക്കെയാണ് പറയാൻ പറ്റില്ല. ശ്വേതകേതുവിൻ്റെ ഈ അഹന്ത നശിപ്പിക്കാൻ വേണ്ടിയാണ് ഗഹനങ്ങളായ 5 ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്നിനും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. വേത്ത യഥേമ പ്രജാ പ്രയത്യോ വിപ്രതിപദ്യന്തായി നേതി ഹോവാചാം വേത്തോ യഥേമം ലോകം പുനര ആപദ്യന്തായി നേതി ഹൈവോവാച വേത്തോ യഥാഭോ ലോക ഏവം ബഹുഭി പുനഃ പുനഃ പ്രയദ്ധർണ സമ്പൂജ്യത ഇതി നേതി ഹൈവോവാചാം വേത്തോ യതിഥ്യാമാഹുത്യാം ഹുതായാം ആപപുരുഷവാചോ ഭൂത്വാ സമുദ്ധായ വദന്തീതി നേതി ഹൈവോവാചാം വേത്തോ ദേവയാനസ്യ വാ പഥ പ്രതിപദം പിതൃയാനസ്യ വാം യത് കൃത്വാ ദേവയാനം വാ പന്ഥാനം പ്രതിപദ്യത്തെ പിതൃയാനം വാ അപി ഹി ന ഋഷേർവചശ്രുതം ദ്വേ സതി അശൃണവം പിതॄണാം അഹം ദേവാനാം ഉദമത്യാനാം താഭ്യാമിദം വിശ്വമേത് സമേതി യദന്തരാപിതരം മാതരം ച ഇതി നാഹമത ഏകഞ്ചനവേദേതി ഹോവാചാം വേത്തേഥേമാ പ്രജാ പ്രയത്യോ വിപ്രതിപദ്യന്തായി നീതി ഹോവാചാം വേത്തോ യഥേയം ലോകം പുനരാപദ്യന്തായി നീതി ഹൈവോവാചാം വേത്തോ യഥാ ഭൂലോക ഏവം ബഹുഭി പുനഃ പുനഃ പ്രയദ്ധർണ സമ്പൂജ്യത ഇതി നീതി ഹൈവോവാചാം വേത്തോ യതിഥ്യാമാഹുദ്യാം ഹുതായാം ആപപുരുഷവാചോ ഭൂത്വാ സമുദ്ധായ വദന്തീതി നേതി ഹൈവോവാചാം വേത്തോ ദേവയാനസ്യ വാ പഥ പ്രതിപദം പ്രതിയാനസ്യ വാ യത് കൃത്വാ ദേവയാനം വാ പന്ഥാനം പ്രതിപദ്യന്തെ പിതൃയാനം വാ അപി ഹി ന ഋഷേർവചശ്രുതം ദ്വേ സതി അശൃണവം പിതॄണാം അഹം ദേവാനാമുദമത്യാനാം താഭ്യാമിദം വിശ്വമേജത് സമേതി യദന്തരാപിതരം മാതരം ചാം ഇതി നാഹമത ഏകഞ്ചനവേദേതി ഹോവാചാം. സാറേ, ആദ്യം ഉദ്ദാലകൻ ചോദിച്ചപ്പോ ശ്വേതകേതു 12 വർഷം കഴിഞ്ഞു വന്നപ്പോഴും ഒന്നും അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു? അതെ, അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ 9 ഉദാഹരണം പറഞ്ഞു കൊടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടും പിന്നെയും മനസ്സിലായില്ലെന്ന്. ഇല്ല, അതുകൊണ്ടും ആയില്ല, പൂർണ്ണമായില്ല. ഇവിടെ ശ്വേതകേതുവിന്റെ അറിവ് സമ്പൂർണമായി എന്ന് കാണിക്കണമെങ്കിൽ ഇദ്ദേഹം മറുപടി പറയണമായിരുന്നു. അത് പറയാത്തത് കൊണ്ട് അത് പൂർണ്ണമല്ല എന്ന് കാണിക്കാൻ പാടില്ല. ഇനി ബാക്കി വരുന്നുണ്ട് കൊണ്ട്. അധീനം വസത്യോപമന്ത്രയാം ചക്രേ അനാദിത്യ വസതിം കുമാര പുതുദ്രാവാം പാചകാമപിതരം തം ഹോവാച ഇതി വാവകില നോ ഭവാൻ പുനഃശുഷ്ടാനവോച ഇതി കഥം സുമേധൈതി പഞ്ച മാ പ്രശ്നാൻ രാജന്യബന്ധു അപ്രാക്ഷീത് തതോ നൈകഞ്ജനവദേതി കഥമേത ഇതി ഇമ ഇതിഹ പ്രതീകാനി ഉദാജഹാരം. അഥ അനന്തരം ഏനം ഇവനെ വസത്യ താമസിക്കുന്നതിനായിട്ട് ഉപമന്ത്രയാൻ തക്കവേ ക്ഷണിച്ചു. കുമാര, അല്ലയോ കുമാര, വസതിൻ ഇവിടെ വസിക്കാനുള്ള ആ ക്ഷണത്തെ അനാദിത്യ ആദരിക്കാതെ പ്രതുദ്രാവ അവൻ ഓടിപ്പോയി. പിതാവിൻ്റെ അധീനം വസത്യോ ഉപമന്ത്രയാം ചക്രേ, ഇവിടെ താമസിക്കൂ എന്ന് അവനെ ക്ഷണിച്ചു. അതവൻ അനാദിത്യ ആദരിക്കാതെ, വസതിൻ അവിടെ താമസിക്കാനുള്ള ക്ഷണം ആദരിക്കാതെ കുമാര പ്രതുദ്രാവ, കുമാരൻ പിതാവിൻ്റെ അടുത്തേക്ക് ആജഗാമ പിതരം, പിതാവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. തം ഹോവാച്ച്, പിതാവിൻ്റെ അടുത്തേക്ക് അവൻ എത്തിച്ചത്. തം അവനോട് ഉവാചഹ, അവനോട് പറഞ്ഞു.
എന്താണ് പറഞ്ഞത്? ഇതിവാവ കില നോ ഭവാൻ പുര അനുശിഷ്ടാൻ അവോചയിതു. ഭവാൻ അങ്ങ് നഹ എന്നെ ഇതിവാവ ഇപ്രകാരമെല്ലാം അനുശിഷ്ടാൻ പഠിപ്പിക്കപ്പെട്ടവനായി അവോചക്കില പറഞ്ഞല്ലോ. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചാണെന്ന് അന്ന് എന്നോട് പറഞ്ഞില്ലേ? നോക്കൂ, പഠിപ്പിച്ച ഭാഗം അറിയില്ല എന്നാണെങ്കിൽ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗം ചോദിച്ചപ്പോൾ ഇതെനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാത്തതിന് കുഴപ്പമാണോ പഠിക്കാത്തതിന് കുഴപ്പമാണോ? പിതാവിന് ചോദിച്ചു, ഇതൊന്നും എനിക്കതൊന്നും പറഞ്ഞെന്നില്ലേ? ഇതെല്ലാം എനിക്ക് പറഞ്ഞാണല്ലോ അങ്ങ് പറഞ്ഞിരുന്നത് ഇരിയെന്ന്. ഇതിവാവക്കില നോ ഭവാൻ പുരാ അനുശിഷ്ടാൻ അവോചയിതി കഥം സുമേധയിതി. എങ്ങനെ നല്ല ബുദ്ധിയുള്ളവനായിത്തീരും? പഞ്ച മാ പ്രശ്നൻ രാജന്യബന്ധു അപ്രാക്ഷ. രാജന്യബന്ധുവായ അവൻ എന്നോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു. തതോ നൈകഞ്ജനവേദി. അതിൽ ഒരെണ്ണം പോലും എനിക്കറിയും. കഥമേത്തൈതി. അതിൽ ഒന്നുപോലും എനിക്കറിയില്ല എന്ന് മാത്രമല്ല, അത് എന്താകുന്നു എന്ന് ഇവയാകുന്നു എന്നിങ്ങനെ പ്രതീകാനി ഉദാജഹാരം എന്നിങ്ങനെ പ്രതീകങ്ങളെ ഉദാഹരിച്ചു തന്നെ എന്നോട് പറയുകയും. അപ്പൊ ഈ കുമാരനെ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി ഇല്ല എന്നറിഞ്ഞപ്പോൾ ശ്വേതകേതുവിന്റെ ജ്ഞാനഗർവത്തെ കളഞ്ഞതിന് ശേഷം ഒന്ന് സൽക്കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുമാരൻ അപമാനിതനായിട്ടാണ് വിചാരിച്ചത്. അവൻ ക്ഷണം സ്വീകരിച്ചില്ല, ക്ഷണം നിരസിച്ചു. അച്ഛനെടുത്ത് വെച്ച് നാവലാതിപ്പിടിയാണ്. മുമ്പ് അങ്ങ് എന്നെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചതാണല്ലോ പറഞ്ഞത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, നല്ല ബുദ്ധിമാനായ ഹേ കുഞ്ഞെ, ഇപ്പൊ എന്തുണ്ടായി? പറഞ്ഞു, ആ ക്ഷത്രിയ അധമൻ എന്ന് വിളിച്ചു. എന്നോട് 5 ചോദ്യം ചോദിച്ചു. അവയിലൊന്നുപോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെല്ലാമാണ് അവ എന്ന് അച്ഛൻ ചോദിച്ചു. ഈ 5 എന്ന് ഈ കുമാരൻ ആ ചോദ്യങ്ങളുടെ ആദ്യ വാക്കുകളെ ഉദ്ധരിച്ച് പിതാവിനെ ബോധ്യപ്പെടുത്തി. ചാന്തോക്യത്തിൽ ഇത് ഓരോ ചോദ്യം ഓരോ പ്രാവശ്യം ചോദിച്ചിട്ട് തിരിച്ചു വിടുവല്ലായിരുന്നു? അതെ 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 അതാ പറഞ്ഞത്. അതിന്റെ പൊതുവായി ഇത് 5 കൂടി ഒന്നിച്ച് ചോദിച്ചു. അപ്പൊ ഇവനെ ആദ്യം ഉപദേശിച്ച് കൊടുത്തതാണ് പിതാവ്. പക്ഷെ ഇവനിപ്പോ എന്ത് ചെയ്തില്ല? അറിയില്ല. അറിയാതെ പോകാൻ കാരണം ജ്ഞാനഗർവാണ്. അതെ. അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 5 കൂടി ഒന്നിച്ചിപ്പോ ചോദിച്ചത്. അപ്പൊ ഇതെന്നോ കേട്ട് പരിചയം പോലും ഇവനില്ല. അപ്പൊ പെട്ടെന്ന് അച്ഛനൊക്കെ ദേഷ്യപ്പെടുക. അച്ഛൻ എന്നെ എല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ എന്ന്. ഈ ജ്ഞാനഗർവത്തെ കളയാൻ വേണ്ടിയാണ് ഇവിടെ പ്രകടനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം ഉപദേശിച്ചുകൊണ്ടായില്ല. എന്ത് ചെയ്യണം? ഉപദേശിച്ചത് ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചെങ്കിൽ മാത്രമേ അത് ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാവും. സാധാരണ വിദ്യക്ക് സംഭവിക്കാവുന്ന ദോഷത്തെ ഉദാഹരിക്കാനാണ്. നമ്മൾ ഒത്തിരി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ നമ്മളുള്ളിൽ കാണും, കുറച്ചൊന്നും കാണില്ല. ഇടയ്ക്കൊന്ന് ചോദ്യം ചോദിച്ചാൽ ചിലപ്പം അത് ഓർക്കണമെന്നില്ല. നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെയൊക്കെ സാധാരണ ബുദ്ധിയുടെ വ്യാപാരക്രമം അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ്
അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനാവില്ല. അങ്ങനെ പോകുന്ന ഒരാളെ എല്ലാം അറിയുന്നവൻ എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ അല്ലാത്ത ഒരാളെ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒന്ന് ബോധ്യപ്പെടുത്താൻ ആണ് ഇത് ഒന്നിച്ച് വീണ്ടും ഒരു കഥയായിട്ട് ഇവിടെ ആവിഷ്കരിച്ചത്. അധൈനം വസത്യോപമന്ത്രയാം ചക്രേം അനാദിത്യ വസതിം കുമാര പദുദ്രാവ പാചകാമപിതരം തം ഹോവാചാം ഇതി വാവകില നോ ഭവാൻ പുരാ അനുശിഷ്ടാനവോചൈതി കഥം സുമേധൈതി പഞ്ച മാ പ്രശ്നാൻ രാജന്യവിദ്ധപ്രാക്ഷീത് തതോ നൈകൻ ജനവേദേതി കഥമേ തൈതി ഇമ ഇതിഹ പ്രതീകാന്യുദാജഹാരാം അധൈനം വസത്യോപമന്ത്രയാം ചക്രേ അനാദിത്യ വസതിം കുമാരപ്രദുദ്രാവാം പാചകാമപിതരം തം ഹോവാചാം ഇതി വാവകില നോ ഭവാൻ പുരാനുശിഷ്ടാനവോചൈതി കഥം സുമേധൈതി പഞ്ച മാ പ്രശ്നാൻ രാജന്യബന്ധൂൻ അപ്രാക്ഷീത് തതോ നൈകൻ ജനവേദേതി കഥമേ തൈതി ഇമ ഇതിഹ പ്രതീകാനി ഉദാജഹാരാം. ചോദ്യങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഇതൊക്കെയാണെന്ന് അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ പ്രതീകമായിട്ട് പിതാവിനോട് പറഞ്ഞു. സഹോവാചാം തഥാ നസ്ത്വം താത ജാനീഥാം യഥാ യദഹം കിഞ്ച വേദ സർവോഹം തത്തുഭ്യമവോചം പ്രേഹി തൂ തത്ര പ്രതീത്യ ബ്രഹ്മചര്യം വത്സ്യാവൈതി ഭവാൻ ഏവ ഗച്ഛത്വിതി പാചകാമ ഗൗതമോ യത്ര പ്രവാഹസ്യാം ജൈവലേ ആസാം തസ്മാ ആസനമാഹൃത്യോ ഉദകമാഹാരയാം ചകാരാം അഥഹാസ്മാർക്ഷ്യം ചകാരാം തം ഹോവാച വരം ഭഗവതേ ഗൗതമായ ദത്മൈതി. സഹോവാച, അച്ഛൻ അവനോട് പറഞ്ഞു, തഥാ നഹത്വം താത ജാനീഥ. താത എന്നുള്ളവിടെ കുഞ്ഞ് എന്നുള്ള സംബോധനയാണ്. എന്തെല്ലാം എനിക്ക് അറിയാമായിരുന്നുവോ, നഹ യഥാ ജാനീഥ, എനിക്കെന്തെല്ലാം അറിയായിരുന്നുവോ, ത്വം യദഹം കിഞ്ച വേദ, അതെല്ലാം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. സർവമഹം തത്തുഭ്യം അവോചം, എനിക്കറിയാവുന്ന മുഴുവൻ ഞാൻ നിനക്ക് പറയുന്നത്. വിശ്വസിക്കൂ, ഞാൻ നിനക്കൊന്നും പറയാനില്ല. പിതാവ് മകനോട് പറയുകയാണ്, ഞാൻ പഠിച്ചതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തഥാ നസ്ത്വം താത ജാനീഥ യഥാ യദഹം കിഞ്ച വേദ സർവമഹം തതുഭ്യം അവോചി പ്രേഹിതു തത്ര പ്രതീത്യ ബ്രഹ്മചര്യം വത്സ്യാവൈ. പ്രേതി പോവും, നമുക്ക് അവിടെ പോയി ബ്രഹ്മചാരിയായിട്ട് താമസിക്കാം. പ്രേഹിത്തു തത്ര പ്രതീത്യ, അവിടെ എത്തിയിട്ട് ബ്രഹ്മചര്യം വത്സ്യാവ ഇതി. വത്സ്യാവ ദ്വിവചനമാണ്, നമുക്ക് രണ്ടുപേർക്കുമാണ്. വത്സ്യാമി, വത്സ്യാവ, വത്സ്യാവ. നമ്മൾക്ക് രണ്ടുപേർക്കും അവിടെ പോയി ബ്രഹ്മചാരികളായിട്ട് താമസിക്കാം. അച്ഛനും മകനും വരൂ, നമുക്ക് പോകാം. ഭവാൻ ഏവ ഗച്ഛതു ഇതി. അങ്ങ് തന്നെ പോയിക്കൊള്ളൂ എന്ന് കുമാരൻ മറുപടിയും പറഞ്ഞു. ഞാനില്ല, അങ്ങ് അവിടെ പോയി താമസിച്ച് പിടിച്ചോളൂ. അവൻ ആജകാമ പോയി. ഗൗതമോ എത്ര പ്രവാഹണസ്യ ജൈവലേഹി ആസ, ജീവനപുത്രനായ പ്രവാഹനന്റെ ആശ്രമത്തിലേക്ക് ഗൗതമൻ പോയി. തസ്മൈ നർത്ഥം, അവന് വേണ്ടി ആസനമാഹൃത്യ, പീഠം കൊടുത്തിട്ട്, ഉദകം ആഹാരയം ചകാര, വെള്ളം ആഹാരമായി കൊടുത്തിട്ട്, അഥഹ അസ്മൈ, അനന്തരം അവന് അർഘ്യം ചകാരാം, അർഘ്യം കൊടുത്തു. തം ഹോവാച,
എന്നിട്ട് അവൻ പറഞ്ഞു, വരം ഭഗവതേ ഗൗതമായ ദത്മി. പൂജ്യനായ ഗൗതമ, ഞാൻ അങ്ങയുടെ ഇഷ്ടം സാധിപ്പിച്ചു തരുന്നുണ്ട് എന്ന്. തം ഹ ഉവാച ഭഗവതേ ഗൗതമായ വരം ദത്മി. ഞാൻ അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് സാധിപ്പിച്ചു തരാൻ പോകുന്നുണ്ട് എന്ന് അവിടെ ചെന്ന് താമസിച്ച് ഗൗതമനോട് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഗൗതമനെ അറിയാത്ത വിഷയമാണ് എന്ന് മകനെ സമാധാനിപ്പിച്ച് രണ്ടുപേർക്കും കൂടി പോയി രാജാവിൽ നിന്നും ആ വിഷയം പഠിക്കാമെന്ന് പറയുകയാണ്. പക്ഷേ അപമാനിതനായ ശ്വേതകേതു വീണ്ടും അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഗൗതമൻ തനിയെ രാജാവിൻ്റെ അടുത്ത് പോകുന്നു. രാജാവ് യഥാവിധി അദ്ദേഹത്തെ അർഘ്യപാദ്യാദികൾ കൊണ്ട് സൽക്കരിച്ച് ഇഷ്ടം സാധിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. കഥ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. പിതാവ് പറഞ്ഞു, ഇതാണ് പിതാവും പുത്രനും തമ്മിലുള്ള വ്യത്യാസം. പിതാവ് പറഞ്ഞു, അങ്ങ് നമുക്കറിയാത്ത ചോദ്യങ്ങളാണ് ചോദിച്ച് നമുക്ക് രണ്ടുപേർക്കും പോയി ബ്രഹ്മചാരിയായിട്ടുള്ള താമസം വയ്ക്കാം. അപമാനിതനായ മകൻ അതിനെ സമ്മതിച്ചില്ല. ഞാനില്ല, അച്ഛൻ പൊക്കോളും. ഗൗതമൻ അവിടെ ചെന്നു. രാജാവ് യഥാവിധി പൂജിച്ചിരുത്തി സൽക്കരിച്ചു. അങ്ങയുടെ ഇഷ്ടം സാധിച്ചു തരാം എന്ന് പറയുന്നു. സഹോവാച യഥാ നസ്ത്വം താതജാനീഥാ യഥാ യദഹം കിഞ്ച വേദ സർവോഹം തത്തുഭ്യം അവോചം പ്രേഹി തൂ തത്ര പ്രതീത്യ ബ്രഹ്മചര്യം വത്സ്യാവൈതി ഭവാനേവ ഗച്ഛത്വതി സാജഗാമ ഗൗതമോ യത്ര പ്രവാഹണസ്യ ജൈവലേരാസ തസ്മാ ആസനമാഹൃത്യോ ഉദകമാഹാരേയം ചകാരാം അർത്ഥഃ അസ്മൈ അർഘ്യം ചകാരാം തംഹോവാച വരം ഭഗവതേ ഗൗതമായി ദത്മൈതി സഹോവാചാം യഥാ നസ്ത്വം താത ജാനീഥാം യഥാ യദഹം കിഞ്ച വേദ സർവമഹം തത്തുഭ്യം അവോചം പ്രേഹീതു തത്ര പ്രതീത്യ ബ്രഹ്മചര്യം വത്സ്യാവൈതി ഭവാനേവ ഗച്ഛത്വതി സ ആജഗാമ ഗൗതമോ യത്ര പ്രവാഹണസ്യ ജൈവലീരാസാം തസ്മൈ ആസനമാഹൃത്യ ഉദകമാഹാരയം ചകാരാം അഥഃ അസ്മാ അർഘ്യം ചകാരാം തം ഹോവാച വരം ഭഗവതേ ഗൗതമായ ദത്മൈതി സഹോവാച പ്രതിജ്ഞാതോ മ ഏഷ വരഃ യാം തു കുമാരസ്യന്തെ വാചം ആഭാഷധാസ്താം മേ ബ്രൂഹീതി. സഹോവാച ഗൗതമൻ പറഞ്ഞു, പ്രതിജ്ഞാത, അങ്ങ് പ്രതിജ്ഞ എടുത്തല്ലോ ഇപ്പം ഇഷ്ടം സാധിച്ചതാണ് മ എന്നോട്. ഏഷ വരഹ, എന്റെ വരം, എന്റെ ഇഷ്ടം സാധിച്ചു തരാം എന്ന് അങ്ങ് ഇപ്പോൾ എന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ എടുത്തല്ലോ. യാം തു കുമാരസ്യ അന്തേ വാചം ആഭാഷത, കുമാരന്റെ മുമ്പിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് താം മേ ബ്രൂഹി, അതെനിക്ക് പറഞ്ഞു. കുമാരന്റെ മുമ്പിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് ആ ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാണ്. സഹോവാച പ്രതിജ്ഞാതോ മ ഏഷവരഃ യാം തു കുമാരസ്യന്തേ വാചം ആഭാഷതാഃ താം മേ ബ്രൂഹീതി. സഹോവാച പ്രതിജ്ഞാതോ മ ഏഷവരഃ യാം തു കുമാരസ്യന്തേ വാചം ആഭാഷതാഃ താം മേ ബ്രൂഹീതി. സഹോവാചാം ദേവേഷു വൈ ഗൗതമ തദ്വരേഷു മാനുഷാണം ബ്രൂഹീതി. സഹോവാച, അവൻ പറഞ്ഞു, അല്ലയ ഗൗതമ, ദൈവേഷു വൈ ഗൗതമ തദ്വരേഷു, ഈ വരങ്ങളൊക്കെ ഈ ഇഷ്ടങ്ങളൊക്കെ ദൈവസംബന്ധമാണ്. മനുഷ്യാണാം ബ്രൂഹി, മനുഷ്യരുടേത് ചോദിക്കൂ എന്ന് പറഞ്ഞു. ദൈവങ്ങളായ വരങ്ങളിലുള്ളതാണ് ഇതൊക്കെ, ഈ ചോദ്യങ്ങളൊക്കെ. മനുഷ്യരുടേത്
ചോദിക്കൂ എന്ന് ഗൗതമനോട് രാജാവ് പറഞ്ഞു. അലൗകികങ്ങളായ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാതെ ഭൗതികമായ സമ്പത്തോ ലൗകികമായ ജ്ഞാനമോ ആവശ്യപ്പെടൂ എന്നർത്ഥം. ഇപ്പൊ ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത് അലൗകികമാണ്. പക്ഷെ ഇപ്പം താങ്കൾക്ക് വേണ്ടത് ലൗകികമായ ചോദ്യങ്ങളാണ്. അത് ചോദിക്കൂ. ആദ്യം അത് ചോദിക്കൂ. എന്നിട്ട് മരിച്ചുപോയതിന് ശേഷം ഉള്ള കഥ, അതാണ് അലൗകികം എന്ന് പറഞ്ഞു. അതിനുള്ള ചോദ്യം വീഴുന്ന അവിടെയാണ്. മരിച്ചതിന് ശേഷം അങ്ങോട്ട് പോകുന്നു, ഏതൊക്കെ വഴി കൂടിയാണ് പോകുന്നത്, പോയിട്ട് തിരിച്ചു വരുന്നുണ്ടോ, ഏതൊക്കെ മാർഗങ്ങൾ കൂടിയാണ് പോകുന്നത്, തിരിച്ചു വരാതിരുന്നാൽ അവിടെ നിറയില്ലേ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. ഇതൊക്കെ ദൈവികങ്ങളായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, ആ വരങ്ങൾ ആദ്യം ചോദിക്കുന്നു. സഹോവാച ദൈവേഷു വൈ ഗൗതമ തദ്വരേഷു മനുഷ്യാണാം ലോകി. സഹോവാച വിജ്ഞായ ദേഹാസ്തി ഹിരണ്യസ്യൂപത്തം ഗോ അശ്വാനാം ദാസീനാം പ്രവരാണാം പരിധാനസ്യ മാനോ ഭവാൻ ബഹോഃ അനന്തസ്യ അപര്യന്തസ്യ അഭ്യവദാന്യോ ഭൂതിരി സവൈ ഗൗതമ തീർത്ഥേന ഇച്ഛാസായിതി ഉപൈമ്യഹം ഭവന്തമിതി വാചാഹ സ്മൈവ പൂർവ ഉപയന്തി സഹോപായന കൃത്യുവാസാം. സഹോവാച, അവൻ പറഞ്ഞുവല്ലോ, വിജ്ഞായത്തെ ഹാസ്തി ഹിരണ്യസ്യ ആപാത്തം. ഹിരണ്യസ്യ സ്വർണത്തിൻ്റെയും ഗോ അശ്വാനാം ദാസീനാം പശുക്കളുടെയും കുതിരകളുടെയും ദാസിമാരുടെയും പ്രവാരാണാം പരിധാനസ്യ പരിവാരങ്ങളുടെയും പരിധാനം വസ്ത്രത്തിൻ്റെയും ഉപാത്തം അസ്തി. ഉപാത്തം ലഭിച്ചത്, അതുകൊണ്ട് കിട്ടിയ അറിവ് എനിക്കുണ്ട്. വിജ്ഞായതേ ഹാ അസ്തി, ഈ വിജ്ഞാനങ്ങളൊക്കെ എനിക്കുണ്ട്. എന്താണ് ഭൗതികമായ വിജ്ഞാനം? അത് ഉപാത്തം, എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വർണത്തെക്കുറിച്ച്, ഗോക്കളെക്കുറിച്ച്, അശ്വത്തെക്കുറിച്ച്, ദാസികളെക്കുറിച്ച്, എന്താണ് അവരുടെ എന്താണ് വസ്ത്രങ്ങളെക്കുറിച്ച്, ഇതൊക്കെ എനിക്കുണ്ട്. സഹോവാച വിജ്ഞായതേ ഹാസ്തി, അസ്തിയാണ് ഹാസ്തി ഹിരണ്യസ്യ ആപാത്തം ഗോ അശ്വാനാം ദാസീനാം പ്രവരാണാം പരിധാനസ്യ മാ നോ ഭവാൻ ബഹോഃ. മാ നോ ഭവാൻ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ അങ്ങ് നഹ എന്നെ സംബന്ധിച്ച് ബഹോഃ ധാരാളം, അനന്തസ്യ അന്തമില്ലാത്ത, അപര്യന്തസ്യ അതിർത്തിയില്ലാത്ത, അപര്യന്തസ്യ അനന്തസ്യ അതിർത്തിയില്ലാത്ത, അന്തമില്ലാത്ത, അവദാന്യഃ വാദാന്യമല്ലാത്ത, നിസ്സാരമല്ലാത്ത, നിന്ദയില്ലാത്ത, ഇങ്ങനെയുള്ള ധനത്തെക്കുറിച്ച്, ഭൗതികമായ ധനത്തെക്കുറിച്ച് മാ ഭൂത് ഇത് ഭവിക്കരുത് എന്ന്. ഇതല്ല ഒരു മനുഷ്യൻ അറിയേണ്ടത്. ലൗകികമായ ഈ വക വിഷയങ്ങളെക്കുറിച്ചല്ലല്ലോ അറിയേണ്ടത്. ഇപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞേ. ഭൗതികമായ സമ്പത്തുകളൊക്കെ തനിക്കുണ്ട്. സ്വർണമുണ്ട്, തോഴിമാരുണ്ട്, തോഴന്മാരുണ്ട്, ദാസന്മാരുണ്ട്, വസ്ത്രമുണ്ട്, ധനമുണ്ട്, ഗോക്കളുണ്ട്. അതിനല്ല ഞാൻ വന്നത്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ്
ഈ സ്വർണവും വെള്ളിയും പശുക്കളും ദാസിമാരും ഒക്കെ എനിക്കുണ്ട്. അതങ്ങേക്ക് അറിയാം. അനന്തമായ അതിർത്തിയില്ലാത്ത ധനവും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വദാന്യനായി അങ്ങയുടെ മുമ്പിൽ വരേണ്ട ആവശ്യം എനിക്കുമില്ല. അതുകൊണ്ട് ലൗകികമായ ഈ വക കാര്യങ്ങളല്ല എനിക്കറിയേണ്ടത് എന്ന് ഗൗതമൻ രാജാവിനോട്. മാനോ ഭവാൻ ബഹോഹോ അനന്തസ്യ അപര്യന്തസ്യ അഭ്യവാദ അഭിവദാന്യോ ഭൂത് ഇതി. സവൈ ഗൗതമ തീർത്ഥേന ഇച്ഛസായി. ഓ അല്ലയോ ഗൗതമ, നീ തീർത്ഥത്തെയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർത്ഥം എന്ന് വെച്ചാൽ വിധി അനുസരിച്ച് പഠിക്കുന്നതിൻ്റെ പേരാണ് തീർത്ഥം. നമുക്കൊരു പുതിയ അറിവാണ്. നമുക്ക് അമ്പലത്തെ തീർത്ഥം മാത്രമേ അറിയൂ. സതീർത്ഥ്യൻ എന്ന വാക്ക് അങ്ങനെ ഉണ്ടായത്. വിധി അനുസരിച്ച് പഠിച്ചവനാണ് തീർത്ഥൻ. ആ തീർത്ഥന്റെ കൂടെ നിന്ന് ജീവിച്ചു പഠിച്ചവൻ സതീർത്ഥ്യൻ കൂട്ടുകാരൻ. അതുകൊണ്ട് വിധി അനുസരിച്ച് നീ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സവൈ ഗൗതമ തീർത്ഥേന ഇച്ഛസായി ഉപൈമി അഹം ഭവന്തം ഇതി. ഞാൻ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിധിപ്രകാരം വിദ്യ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ഞാൻ അങ്ങയെ ശിഷ്യനായി സ്വീകരിക്കാം. ഞാൻ ശിഷ്യനായി സമീപിക്കുന്നത്. ഉപൈമ്യഹം ഭവന്തം വാചാഹസ്മൈവ പൂർവ ഉപയന്തി. വാക്കുകൊണ്ട് തന്നെയാണ് പൂർവികന്മാർ ഉപൈതിസ്മ സമീപിച്ചിരുന്നത്. വാക്കുകൾ കൊണ്ടാണ് പൂർവികരായ ശിഷ്യന്മാർ ഗുരുക്കളുടെ അടുക്കൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഈ പൂർവികന്മാർ വാക്കുകൊണ്ട് തന്നെ ഗുരുവിനെ സമീപിച്ചതുപോലെ ഗൗതമൻ ശിഷ്യനാകുന്നു എന്ന് വാക്കുകൊണ്ട് തന്നെ രാജാവിൻ്റെ കൂടെ താമസിക്കുന്നു. ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള സംവാദത്തിൽ ശിഷ്യൻ വാക്കുകൊണ്ട് ഗുരുവിനോട് അപേക്ഷിക്കണം, ഞാൻ ശിഷ്യനാണ്, എന്നെ സ്വീകരിക്കുമെന്ന്. ശിഷ്യോഹം ഉപനയതുമാം എന്ന് അങ്ങനെ പറയുമ്പോഴാണ് ശിഷ്യനായി സ്വീകരിക്കുന്നത്. വഴിയെ പോകുന്നവരൊക്കെ വിളിച്ച് ശിഷ്യന്മാരാക്കില്ല. വാചാഹസ്മയി ഏവ പൂർവ ഉപയന്തി സഹ ഉപായന കൃത്യ ഉപാസ. അങ്ങനെ അവൻ ഉപായന കൃത്യയോടുകൂടി അടുക്കൽ ചോദിച്ച് എത്തിച്ചേർന്ന ഒരു ശിഷ്യന്റെ കീർത്തിയോടുകൂടി തന്നെ അവിടെ താമസിച്ചു. ഇവിടെ ഒരു വിഷയം, ഗൗതമൻ ബ്രാഹ്മണനാണ്, രാജാവ് ക്ഷത്രിയനുമാണ്. ബ്രാഹ്മണന്മാർ ക്ഷത്രിയരുടെ അടുത്തോ ക്ഷത്രിയ വൈശ്യന്മാരുടെ അടുത്തോ പ്രതിലോമമായി വിദ്യ അഭ്യസിക്കുവാൻ ചെല്ലുമ്പോൾ ഉപഹാരാദികളോ ശുശ്രൂഷകളോ ആവശ്യമില്ല. മുകളിലേക്കാണ് പോവുക. ശൂദ്രൻ വൈശ്യനെടുക്കൽ, വൈശ്യൻ ക്ഷത്രിയനെടുക്കൽ, ക്ഷത്രിയൻ ബ്രാഹ്മണനെടുക്കൽ. അതാണ് ക്രമം. തിരിച്ച് അനുക്രമമായി താഴേക്ക് വന്നാൽ അങ്ങനെ പ്രതിലോമമായി വിദ്യ അഭ്യസിക്കേണ്ട വന്നാൽ അപ്പോൾ ദക്ഷിണയോ വസ്ത്രമോ ഉപഹാരങ്ങളോ ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. വാക്കുകൊണ്ട് താൻ ശിഷ്യനാണ് പ്രധാനം. അതാണ് വാച എന്ന് പറയാൻ കാരണം. വാക്കുകൊണ്ട് താൻ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് മാത്രം പറയുകയേ വേണ്ടൂ. ഇതാണ് നിയമം. അതനുസരിച്ചാണ് ഗൗതമൻ
പ്രവാഹനന്റെ ശിഷ്യനാകാൻ പോകുന്നത്. സഹോ വാചാ വിജ്ഞായതേഹാസ്തി ഹിരണ്യസ്യ ആപാത്തം ഗോ അശ്വാനാം ദാസീനാം പ്രവാരാണാം പരിധാനസ്യ മാനോ ഭവാൻ ബഹോരനന്ദസ്യാം അപര്യന്ത്യസ്യാം അഭ്യവദാന്യോ ഭൂതിരി സവൈ ഗൗതമ തീർത്ഥേന ഇച്ഛാ ആഫായിതി ഉപൈമ്യഹം ഭവന്തമിതി വാചാഹസ്മൈവ പൂർവ ഉപയന്തി സഹോ ഉപായന കൃത്യോവാസാം സഹോ വാച വിജ്ഞായതേഹാസ്തി ഹിരണ്യസ്യാപാത്തം ഗോ അശ്വാനാം ദാസീനാം പ്രവാരാണാം പരിധാനസ്യാം മാനോ ഭവാൻ ബഹോരനന്ദസ്യ അപര്യന്തസ്യാം അഭ്യവദാന്യോ ഭൂതിരി സവൈ ഗൗതമ തീർത്ഥേന ഇച്ഛാ ആഫായിതി ഉപൈമ്യഹം ഭവന്തമിതി വാചാഹസ്മൈവ പൂർവ ഉപയന്തി സഹോ ഉപായന കൃത്യ ഉവാസാം. അങ്ങനെ ഗൗതമൻ എന്ന ഋഷി ക്ഷത്രിയനായ രാജാവിൻ്റെ അടുക്കൽ ശിഷ്യരൂപത്തിൽ പോയി താമസിച്ചു എന്ന് ഒരു ആഖ്യാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷയത്തിലോട്ട് വന്നില്ല, വിഷയം അവതരിപ്പിച്ചു. അതിന് മറുപടിയാണ് ഞാൻ പറയേണ്ടത്. അതിനു മുമ്പ് ഗുരുശിഷ്യ ബന്ധവും എങ്ങനെ ഇത് അഭ്യസിക്കേണ്ടി വരുന്നു എന്നും കാണിച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഗൗതമൻ ഒരാഴ്ച അവിടെ താമസിക്കട്ടെ, അതിനുശേഷം നമുക്ക് എന്താ പറഞ്ഞത് കാണാം. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിക്കാറായി. ഇന്ന് ഇവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രകടനത്തിൽ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ വീണ്ടും ഒന്ന് പറഞ്ഞത്. അത് വിഷയം അതാണ്, പക്ഷെ ചെറിയ ചെറിയ മാറ്റം വരുത്തിയിട്ട് അവതരിപ്പിക്കുന്നു മാത്രമേ. ആ വേറെ രീതിയിൽ കൂടി അവതരിപ്പിക്കുന്നു മാത്രം. അതെ, അതുകൊണ്ടാണ് ഇത് ആവർത്തനം അല്ലെങ്കിലും ഒന്നുകൂടി ഞാൻ പറയാൻ ചോദിച്ചതുകൊണ്ടാണ്. ചില മാറ്റങ്ങളുള്ളപ്പോൾ അത് അറിഞ്ഞു തന്നെ പോകണമല്ലോ. വിഷയം അതാണ്, പക്ഷെ ചില മാറ്റം വരുത്തിയിട്ടാണ് അത് ഈ പ്രകടനത്തിന്റെ ആവശ്യമായിട്ട് അവസാനം അറിയാം നമുക്ക്. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇപ്പഴാ കയറിയ